ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ ശ്രുതി കാനഡയിലോട്ട് പോകാൻ 14 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് ഇരിക്കുമായിരുന്നല്ലോ വീട്ടിലൊക്കെ വന്ന് നമ്മുടെ ചന്ദ്രയോടും ശ്രുതിയോടും ഒക്കെ. അപ്പോൾ ശ്രുതിയിലും പ്രതീക്ഷ അവസാനിച്ചു. ചന്ദ്രയോട് വീടിൻ്റെ ആധാരമൊക്കെ വെച്ച് പൈസ തരുമെന്ന് ചോദിച്ചപ്പോൾ അതും പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം സ്വന്തമായിട്ട് ആകെയുള്ളതൊരു വീടല്ലേ, അത് വിൽക്കാൻ ചന്ദ്ര തയ്യാറായില്ല. ശ്രുതി അപ്പോൾ തൻ്റെ ഒരു ഫ്രണ്ടിനോട് ഈ വിഷമങ്ങളൊക്കെ പറയുവാണ്. അപ്പോൾ ആ ഫ്രണ്ട് പറയും, ഇവിടെ അടുത്തൊരു ജോത്സ്യനുണ്ട്, നമുക്ക് അയാളെ പോയി നിൻ്റെ പ്രശ്നങ്ങളൊക്കെ പറയാം. ഇത്രയും പഠിപ്പുണ്ടായിട്ടും നിനക്കൊരു ജോലി പോലും കിട്ടുന്നില്ലല്ലോ, എന്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ അമ്പലത്തിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ശരിയാക്കിയെടുക്കാൻ പറ്റും. ആ ജോത്സ്യൻ എന്താ കാര്യമെന്ന് കറക്റ്റായിട്ട് പറയും, നല്ല ശക്തിയുള്ള ജോത്സ്യനാണെന്ന് പറഞ്ഞ് ശ്രുതിയെയും വിളിച്ച് ആ ജോത്സ്യൻ്റെ അടുത്തോട്ട് പോകുവാണ്. ശ്രുതിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, പിന്നെ പ്രശ്നങ്ങളൊക്കെ മാറുമല്ലോ എന്നോർത്ത് കൂട്ടുകാരൻ്റെ കൂടെ ശ്രുതിയും പോയി. അപ്പോൾ ജോത്സ്യൻ്റെ മുമ്പിലെത്തിയതും കൂട്ടുകാരൻ പറയും, സ്വാമി നല്ല പഠിപ്പൊക്കെയുണ്ട്, പക്ഷെ ജോലിയൊന്നും കിട്ടുന്നില്ല, എല്ലാത്തിലും തടസ്സം വരുന്നു എന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് എല്ലാത്തിലും സംശയമാണല്ലോ. ശ്രുതി അപ്പം എനിക്ക് ഈ ജോത്സ്യനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ജോത്സ്യനെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് പോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് എത്ര വരെ എന്തൊക്കെ കഴിവുകളുണ്ട്, എത്ര പേര് നിങ്ങളുടെ അടുത്ത് വന്ന് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഉന്നതിയിൽ എത്തിയിട്ടുണ്ടെന്നൊക്കെ ശ്രുതി ചോദിക്കുകയാണ്. ഇതാ ജോത്സ്യനെ പിടിച്ചില്ല. ജോത്സ്യന് ദേഷ്യം വരും. ജോത്സ്യൻ കണ്ണ് പൂട്ടിയിട്ട് ഇങ്ങനെ കണ്ണ് തുറന്നു കഴിഞ്ഞിട്ട് ശ്രുതിനോട് പറയും, നല്ല പഠിപ്പുണ്ട്, പക്ഷെ നിനക്ക് ഇതുവരെ കുറേ ഇൻ്റർവ്യൂവിൽ പോയിട്ടും ജോലി കിട്ടിയില്ല, കാനഡയിലോട്ട് പോകാൻ വേണ്ടി ഇരിക്കുവാണ്, അതിന് കുറേ കാശ് ആവശ്യമുണ്ട്, അത് റെഡി ആയിട്ടില്ല, അതല്ലേ നിൻ്റെ പ്രശ്നം, അതുകൊണ്ടല്ലേ നീ ഇപ്പോൾ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി ഞെട്ടിരിക്കുവാണ്. കാരണം ഇതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ, കാനഡയിലെ കാര്യമൊക്കെ ജോത്സ്യൻ എങ്ങനെ മനസ്സിലായി എന്ന് ഓർക്കുമ്പോൾ ശ്രുതിക്ക് കുറച്ചൊക്കെ വിശ്വാസം വരും. എന്നിട്ട് ജോത്സ്യൻ പറയും, നിനക്കൊരു നല്ല ഭാവി ഉണ്ടാവണമെങ്കിൽ, നിനക്ക് നല്ല ജോലി കിട്ടണമെങ്കിൽ ആദ്യം നിൻ്റെ നാവ് അതാദ്യം പൂട്ടി വെക്കണം, പിന്നെ നിനക്ക് നല്ല അഹങ്കാരമുണ്ട്, അതും മാറണം എന്ന് പറയും. അപ്പോഴേക്കും ശ്രുതി പറയും, സ്വാമി ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ജോത്സ്യൻ ഇങ്ങനെയൊക്കെ ഇൻ്റർവ്യൂ എടുക്കണ പോലെ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ജോത്സ്യന് ദേഷ്യം വന്നല്ലോ. ജോത്സ്യൻ പറയും, പിച്ച എടുക്കണമെന്ന് പറയും. അപ്പം തന്നെ ശ്രുതി ഞെട്ടും. പിച്ചയോ? അതെ, അമ്പലത്തിൻ്റെ മുമ്പിലിരുന്ന് ഭിക്ഷാടനം നടത്തണം എന്ന് പറയും. അപ്പോൾ ശ്രുതി പറയും, സ്വാമി എനിക്ക് കുറേ പഠിപ്പുണ്ട്, വിവരമുണ്ട്, ഞാൻ എങ്ങനെ പോയി ഭിക്ഷ എടുക്കും, എനിക്ക് അതൊന്നും പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും സ്വാമി പറയും, ഭിക്ഷ എടുത്താലേ നിൻ്റെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവുള്ളൂ. ഒരു ദിവസം രാവിലെ തൊട്ട് വൈകിട്ട് 6 മണി വരെ നീ അമ്പലത്തിൻ്റെ മുമ്പിലിരുന്ന് ഭിക്ഷ എടുക്കണം. അമ്പലം ഏതാന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. അങ്ങനെയൊക്കെ പറഞ്ഞ് സ്വാമി ശ്രുതിയെ ഇങ്ങനെ ഭിക്ഷാടനത്തിന് വേണ്ടി പ്രേരിപ്പിക്കുവാണ്. എന്നിട്ട് പറയും, ഭിക്ഷാടനം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കിട്ടുന്ന പൈസ നീ അമ്പലത്തിലിടണം, നിൻ്റെ എല്ലാ പ്രശ്നവും മാറും, നിൻ്റെ തടസ്സങ്ങളൊക്കെ മാറി നിനക്ക് നല്ല ജോലി കിട്ടും, കാനഡയിൽ പോകണമെങ്കിൽ അതും പോകാം എന്നൊക്കെ പറയുമ്പോൾ ശ്രുതിക്ക് ചെറിയൊരു പ്രതീക്ഷ വരും. അങ്ങനെ അതൊക്കെ കേട്ട് ശ്രുതിയും കൂട്ടുകാരനും കൂടി എന്നിട്ട് പുറത്തോട്ട് ഇറങ്ങുവാണ്. പുറത്തിറങ്ങിയപ്പോൾ കൂട്ടുകാരൻ പറയും, നിൻ്റെ ഈ ഗെറ്റപ്പിലൊന്നുമല്ല അവിടെ ഭിക്ഷാടനം എടുക്കേണ്ടത്, അതിനു വേണ്ടിയിട്ട് വേറൊരു വേഷങ്ങളൊക്കെ ഞാൻ സംഘടിപ്പിച്ച് തരാം, ഇങ്ങനെയൊക്കെ പോയിരുന്ന ആരും നിനക്ക് പിച്ച ഒന്നും തരത്തില്ല, നീ ഏതായാലും സ്വാമി പറഞ്ഞതുപോലെ ചെയ്യ്, നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറും എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരൻ അവിടെയുള്ള അമ്പലത്തിലോട്ട് കൊണ്ടുപോകുവാണ്. പിച്ചക്കാരൻ്റെ ഭിക്ഷാടനത്തിനുള്ള ഡ്രസ്സും കൂട്ടുകാരൻ അറേഞ്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ശ്രുതിയെ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് മുഖത്ത് കുറേ കരിയൊക്കെ തേച്ച് ശരിക്കും ഒരു പിച്ചക്കാരൻ്റെ ഒരു ലുക്കൊക്കെ കൊടുത്ത് അമ്പലത്തിൻ്റെ മുമ്പിൽ കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ശ്രുതി പറയും, എടാ ഞാൻ എങ്ങനെയാടാ ഈ വേഷമൊക്കെ ഇട്ട്, എനിക്ക് ഇതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എങ്ങനെയാണ് കരയണ്ടേ, എങ്ങനെയാണ് അമ്മ എന്ന് വിളിക്കണ്ടേന്ന് പോലും അറിയൂലെന്ന് പറയുമ്പോൾ കൂട്ടുകാരൻ കാലിനിട്ട് ഒറ്റ ചവിട്ട് കൊടുക്കും. അപ്പോൾ ശ്രുതി അമ്മേ എന്ന് പറഞ്ഞ് കരയും. ഇതുപോലെ നീ അമ്മേന്ന് വിളിച്ചാൽ മതി, നിനക്ക് കുറേ കാശ് കിട്ടും. ശ്രുതി എന്നിട്ടും ഭയങ്കര ഒരു സങ്കടത്തിലൊക്കെ നിൽക്കുമ്പോൾ കൂട്ടുകാരൻ പറയും, ആത്മാർത്ഥമായി ശ്രമിച്ചാൽ കിട്ടാത്തതായിട്ട്, ഫലം കാണാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല, നീ ഇവിടെ ഇരുന്ന് ഏതായാലും ഒരു ദിവസത്തെ കാര്യമല്ലേ, പച്ചവെള്ളം കുടിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്, നീ ഇവിടെ ഇരുന്ന് 6 മണി വരെ ഭിക്ഷ എടുത്തോ, നിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറും എന്ന് പറഞ്ഞ് ശ്രുതിയെ അവിടെ അമ്പലത്തിൻ്റെ മുമ്പിൽ കുറച്ച് പേര് ഭിക്ഷാടനത്തിന് ഇപ്പുണ്ടാവും, അവരുടെ കൂട്ടത്തിൽ തന്നെ കൊണ്ടുപോയി ശ്രുതിയെയും ഇരുത്തും. അവർ പറയും, നീ ആരാടാ, ഇത് ഞങ്ങളുടെ ഏരിയ ആണ്, ഇവിടെയൊന്നും ഇരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ശ്രുതി കാര്യം പറയും, ചേട്ടാ ഇന്നൊരു ദിവസത്തേക്ക് വന്നതാണ്, സ്വാമിയാർ പറഞ്ഞിട്ട് വന്നതാണ്, 6 മണിയാകുമ്പോൾ ഞാൻ പൊക്കോളാം എന്നൊക്കെ പറഞ്ഞ് ശ്രുതി അവിടെ അവരെയൊക്കെ ഒന്ന് സമാധാനപ്പെടുത്തി അവിടെ ഇരിക്കുവാണ്. അങ്ങനെ ശ്രുതിയും അവിടെ ഇരുന്ന് ഇങ്ങനെ പിച്ചെടുത്തോണ്ടിരിക്കുവായിരിക്കും. ശ്രുതിക്ക് നല്ല വിശപ്പുണ്ട്. അതിൻ്റെ ഇടയിൽ അടുത്തുള്ള ഒരു ചേട്ടൻ ഭിക്ഷ എടുക്കുന്ന ചേട്ടൻ ശ്രുതിക്ക് ബിരിയാണിയൊക്കെ മേടിച്ചെടുക്കും. പക്ഷെ ഒന്നും കഴിക്കാൻ പാടില്ല എന്ന് കൂട്ടുകാരൻ വിളിച്ച് വാൺ ചെയ്യും. അപ്പോഴേക്കും ശ്രുതി, ഓ ശരി എന്നാൽ 6 മണി വരെ എങ്ങനെയെങ്കിലും വിശപ്പും സഹിച്ചിരിക്കാമെന്ന് പറഞ്ഞ് അമ്പലത്തിന് മുമ്പിൽ പോയി അമ്മ തായേ എന്ന് പറഞ്ഞ് ഭിക്ഷ എടുക്കുവാണ്. അപ്പോഴാണ് നമ്മുടെ രേവതി ആ അമ്പലത്തിലോട്ട് വരുന്നത്. രേവതിയെ കണ്ടതും ശ്രുതി തല
തലയിലോട്ട് തോർത്തിടും. ദൈവമേ, ഇവളെന്നെ കണ്ടാൽ തിരിച്ചറിയോ എന്ന് പേടിച്ച് തലയിൽ തോർത്തിട്ടിരിക്കും. രേവതി ആദ്യം ശ്രദ്ധിക്കില്ല. പക്ഷേ സുധി ഒന്ന് ക്രോസ് ചെയ്ത് പോയി കഴിയുമ്പോഴേക്കും തിരിഞ്ഞു നോക്കും. അപ്പോഴാണ് രേവതിക്ക് മനസ്സിലാവുന്നത് ഇത് സുധിയല്ലേ എന്ന്. സുധിയോട് വന്നിട്ട് വിളിക്കും, ചേട്ടാ എന്താ ഇവിടെ വന്നിരിക്കുന്നത്, എന്തിനാ ഇങ്ങനെ ഭിക്ഷ എടുക്കും എന്നൊക്കെ രേവതി ചോദിക്കുമ്പോഴേക്കും സുധി ഒന്നും വേണ്ടില്ല, അങ്ങനെ ഇരുന്ന് ഭിക്ഷ എടുത്തോണ്ടിരിക്കും. രേവതിക്ക് ഇത് കാണുമ്പോൾ നല്ല സങ്കടമാവും. രേവതി അമ്പലത്തിന് പുറത്തിറങ്ങി നേരെ സച്ചിയെ വിളിക്കുവാണ്. സച്ചിയെ വിളിച്ചിട്ട് പറയും, ഇവിടെ സുധി ഇരിപ്പുണ്ട്, അമ്പലത്തിൽ ഭിക്ഷ എടുക്കുവാന്ന് പറയണത് കേൾക്കുമ്പോഴേക്കും സച്ചിക്കും ഭയങ്കര സങ്കടവും. സച്ചി എന്തൊക്കെയായാലും എൻ്റെ ചേട്ടനല്ലേ, ഞാൻ എത്രയൊക്കെ കളിയാക്കിയാലും എൻ്റെ സ്വന്തം ചേട്ടനല്ലേ എന്നൊക്കെ ഓർത്ത് സുധി ആദ്യം ഇത് വിശ്വസിക്കില്ലെങ്കിലും ഓടിപ്പോയി നോക്കുക അമ്പലത്തിലോട്ട്. അപ്പോൾ സുധിയുടെ ഈ അവസ്ഥ കാണുമ്പോൾ സച്ചിക്ക് നല്ല സങ്കടം വരും. സച്ചി ഒരുപാട് ചീത്ത പറയും. പിച്ചെടുക്കാനിരുന്നതിന് വേണ്ടി എന്തിനാടാ ഇങ്ങനെ, നിനക്ക് നല്ല ശരീരം ഉണ്ടല്ലോ, നിനക്ക് അധ്വാനിച്ചാൽ പോരെ, നിനക്ക് അപ്പോഴും അധ്വാനിക്കണ വിചാരം വരുന്നില്ലല്ലേ, മേലനങ്ങാതെ നിനക്ക് സമ്പാദിക്കണമല്ലേ എന്നൊക്കെ പറഞ്ഞ് സുധിയെ ചീത്ത പറയുവാണ്. സച്ചി നീ വീട്ടിലോട്ട് വാ, നിന്നെ അമ്മ പൊന്നു പോലെയല്ലേ നോക്കുന്നതെന്നൊക്കെ പറഞ്ഞ് സുധിയെ ഒരുപാട് ഇതാക്കിയിട്ട് സച്ചിക്കും നല്ല സങ്കടവും. സച്ചി പറയും, നീ വാ, ഞാൻ എത്രയൊക്കെ കളിയാക്കുന്നുണ്ടെങ്കിലും നീ എൻ്റെ ചേട്ടനല്ലേടാ, നീ വീട്ടിലോട്ട് വാ എന്ന് പറഞ്ഞ് സുധിയെ വണ്ടിയിലോട്ട് കയറ്റി വീട്ടിലോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ സുധി പറയും, ഞാൻ എങ്ങനെയാടാ ഈ വേഷത്തിൽ വീട്ടിൽ വരുന്നത്, അമ്മ എന്നെ കാണുമ്പോൾ ഞെട്ടില്ലേ, ഞാൻ കൂട്ടുകാരനെ വിളിച്ച് ഡ്രസ്സൊക്കെ മേടിക്കട്ടെ എന്ന് പറയും. കൂട്ടുകാരൻ സുധിയുടെ മനസ്സ് പകുതിക്ക് വെച്ച് മാറിയാലോ എന്നോർത്ത് സുധിയുടെ ഡ്രസ്സൊക്കെ ആയിട്ട് കൂട്ടുകാരൻ പോയി. അപ്പോൾ സുധിക്ക് മാറാൻ ഡ്രസ്സുമില്ല. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ എന്നോർത്ത് സച്ചി സുധിയെ വണ്ടിയിൽ കയറ്റി വീട്ടിലോട്ട് കൊണ്ടുപോകും. വീട്ടിൽ കൊണ്ടുപോയി ചന്ദ്ര ആദ്യം സുധി ഇങ്ങനെ മുഖമൊക്കെ മറച്ചിരിക്കുമായിരിക്കുവേ തോർത്തും കൊണ്ട്. അപ്പോൾ ചന്ദ്ര പറയും, കണ്ട പിച്ചക്കാരെയൊക്കെ എന്തിനാണ് ഈ വീട്ടിൽ കയറ്റി കൊണ്ടുവരുന്നത്, അവർക്ക് എന്താന്ന് വെച്ചാൽ കൊടുത്തിട്ട് വിടുക എന്നൊക്കെ പറയുമ്പോഴേക്കും നോക്കുമ്പോൾ നമ്മുടെ സുധി, ചന്ദ്ര പൊട്ടിക്കരയുമാണ് സുധിയെ കണ്ടിട്ട്. എങ്ങനെ വളർത്തിയ മോനാടാ നീ, എന്താണ് ഇത് ചെയ്യുന്നത്, പൈസ ഇല്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ പിച്ച എടുക്കണോടാ, നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാവും, നിന്നെ ഈ കോലത്തിൽ കാണാനാണോ ഞാനിങ്ങനെ പൊന്നുപോലെ വളർത്തിയതെന്നൊക്കെ ഓർത്ത് ചന്ദ്ര കരയുവാണ്. സച്ചിയും പറയും, ഞാനും കുറെ കളിയാക്കുന്നുണ്ടെങ്കിലും ചേട്ടൻ ഈ വേഷത്തിൽ കണ്ടപ്പോൾ എനിക്കും സങ്കടം വന്നു എന്ന് പറയും. ശ്രുതിയും ഇത് കണ്ട് വളരെയധികം കരയുവാണ്. എന്തായാലും ശ്രുതിയുടെ പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം എന്തായാലും കാണും. ഈ വേഷത്തിൽ കണ്ട എല്ലാവർക്കും സങ്കടമായിട്ടുണ്ട്. ചന്ദ്ര ശ്രുതിയെ പോയി കുളിപ്പിക്ക് ശ്രുതി എന്ന് പറഞ്ഞ് ശ്രുതിയെ മുറിയിലോട്ട് വിടുവാണ്. ശ്രുതി ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് ശ്രുതിയെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. ഏതായാലും ശ്രുതി ഇനി ഇതോടെ നന്നാകുമായിരിക്കും. നമുക്ക് ചെമ്പനീർപ്പൂവിൻ്റെ വരും ഭാഗങ്ങൾ ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ.